ഇന്ന് 10-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെ, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. അത് നമുക്കറിയാം. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൗമാരക്കാർ മുതൽ ഒരുപാട് ആളുകൾ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ ഗ്ലോബലി ഒരു വർഷം 7 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇങ്ങനെ ആത്മഹത്യ അങ്ങനെ ചെയ്ത് മരണപ്പെടുന്നതെന്നാണ് ഒരു കണക്കുള്ളത്. ഡോക്ടർ കാതലിൻ അന്ന സൈക്കാട്രിസ്റ്റ് ആണ്. മാഡം നമ്മളോടൊപ്പം ഉണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സന്ദേശം കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമസ്കാരം മാഡം. നമസ്കാരം. നമുക്ക് ഈ വല്ലാത്ത തോതിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് കേസുകൾ, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ മാഡത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറും മറ്റുമുണ്ടല്ലോ. എന്താണ് കൂടുതലായി ഇങ്ങനൊരു കാരണം, ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാരണമായി തോന്നുന്നു? നമ്മുടെ മാറി മാറി വന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഒപ്പം ബന്ധങ്ങളിലുള്ള പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ളൊരു മനക്കെട്ടിയില്ലായ്മ അത് കൂടിയതുണ്ടാകാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായി തോന്നുന്നത്? അതെ സാർ, ഇപ്പൊ പറഞ്ഞ കാരണങ്ങൾ പോലെ തന്നെ ഒരുപാട് ആളുകളിലും ആ ഒരു സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്തതിന്റെ ഒരു പ്രഭാവമുണ്ട്. അതായത് മുന്നേ എല്ലാവരും ഒരു സൊസൈറ്റി ആയിട്ട് ഒരു ഒത്തൊരുമ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്റ്റഡ്നെസ്, അതെല്ലാം മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലായും എല്ലാം ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. സോഷ്യൽ മീഡിയയും കാര്യങ്ങളും വന്നതോടുകൂടി മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു സൊസൈറ്റിയുടെ ഒരു മെമ്പർ ആയിട്ട് ഒരു വ്യക്തിക്ക് തോന്നാതിരിക്കുക, ഞാൻ തനിച്ചല്ല, എനിക്ക് കൂടെ ഒരു സമൂഹമുണ്ട് എന്നുള്ള, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നൽ പല ആൾക്കാരിലും ഉണ്ടാവുന്നില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ തനിയെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനെ നേരിടേണ്ടി വരുന്നത് എന്ന് തോന്നുമ്പോൾ ആ പ്രതിസന്ധിയുടെ ഒരു പ്രഭാവം അവരിൽ വളരെ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ തന്നെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പല ആക്ടിവിറ്റീസും കാര്യങ്ങളിലും ഇപ്പോ ഒരു സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ കോസസിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് വരിക, അതെല്ലാം കുറഞ്ഞു വരികയാണ്. എല്ലാവരും അവരവരുടെ മുറികളിലേക്കും കുടുംബങ്ങളിലേക്കും മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്കാണ് ഈ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു ചിന്തയാണ് മിക്കവർക്കും താങ്ങാൻ പറ്റാതെ വരുന്നത്. നമ്മൾ ഈ കാരണങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ഇതെങ്ങനെ തടയാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇങ്ങനെ വരുന്നവർക്ക് മാഡം സാധാരണയായി അവരോട് സംസാരിക്കുമ്പോൾ പ്രധാനമായും പങ്കുവെക്കുന്ന കാര്യങ്ങൾ, അവർക്ക് കൊടുക്കുന്ന, ഇതിൽ നിന്ന് പിന്മാറാൻ ഉപദേശമായി നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഇപ്പൊ ഒരാള് ആക്റ്റീവ്ലി സൂയിസൈഡൽ ആയിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഉടനെ തന്നെ ഒരു സൂയിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഉടനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ഒരു സിറ്റുവേഷനിൽ വരുന്ന ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് ഇമോഷണലി അവരെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് മനസ്സിലുള്ള ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ഒരു സേഫ് സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സങ്കടമായിക്കോട്ടെ, രോഷമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ അവരെ വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്നു. അവരുടെ ഇമോഷൻസ്, അവരുടെ പ്രോബ്ലംസ് എല്ലാം കേൾക്കാൻ ഒരാളുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ മിക്ക ആൾക്കാർക്കും പകുതി ഭാരം താഴ്ന്നു കിട്ടുകയാണ്. അവർ വീടുകളിൽ നിൽക്കുമ്പോൾ പലപ്പോഴും അവരുടെ ഫാമിലി മെമ്പേഴ്സോ അവരുടെ ഫ്രണ്ട്സോ അവരെ കേൾക്കാൻ, ശ്രവിക്കാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം വെന്റിലേഷൻ, നമ്മൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ ഇമോഷണലി അവരുടെ ഇമോഷൻസ് കണ്ടെയ്ൻ ആയതിനു ശേഷം എന്താണ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ പുറത്താണ് അവരിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്നതെങ്കിൽ അതിനെ ലോജിക്കലായിട്ട്, റാഷണൽ ആയിട്ട് എങ്ങനെ സമീപിക്കാം, ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അവരെ ആ സൊല്യൂഷൻസ് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും നമുക്ക്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡേ ആയിട്ട് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്തെങ്കിലും തീംസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടോ മാഡം? അതെ, അപ്പോ ഇപ്പം ഈ കൊല്ലത്തെ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ തീം ചേഞ്ചിങ് ദ നെറേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ളതാണ്. അതായത് ഒരു സമൂഹം എന്ന നിലയിൽ സൂയിസൈഡ് എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയുള്ള ഒരു സമീപനം, ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതിൽ നിന്ന് മാറ്റി ഒരു പിന്തുണയുടെയും ഒരു ചേർത്ത് പിടിക്കലിന്റെയും ഒരു സമീപനത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ പ്രമേയമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സർക്കാരിന്റെ നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ 2017 സൂയിസൈഡ് ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിന്റെ ഭാഗമായിട്ട്. അതിനു മുമ്പ് സൂയിസൈഡ് ഒരു റിപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിരുന്നു. അപ്പം ഇത് ഡീക്രിമിനലൈസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്താൽ അതിനുവേണ്ടി സഹായം തേടാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കെയർ ആക്സസ് ചെയ്യാനുമുള്ള ഒരു സൗകര്യം ഒരുങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, റീസെന്റ് 2022 ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി എന്നുള്ള പേരിൽ തന്നെ ഒരു പോളിസി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പോളിസി പ്രകാരം 2022 അപേക്ഷിച്ച് 2030 ആവുമ്പോഴത്തേക്കും
സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള മരണനിരക്ക് ഒരു 10% കുറച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു പ്ലാൻ. അതിന്റെ ഭാഗമായിട്ട് പല രീതികളിലും പല നടപടികളും. അപ്പൊ അതില് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആൾക്കാർക്ക് ഫോളോ അപ്പ് സർവീസസ് ഉണ്ടാക്കുക എന്നുള്ളത്. പലരും സൂയിസൈഡ് അറ്റംപ്റ്റ് വന്ന് ഹോസ്പിറ്റലിൽ ഒരു കെയർ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരു ഫോളോ അപ്പ് കെയർ കിട്ടുന്നില്ല. അപ്പൊ പൊതുവെ കാണുന്നത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആൾക്കാര് അതിനുശേഷമുള്ള ആദ്യത്തെ 1 വർഷം അല്ലെങ്കിൽ 18 മാസമൊക്കെ അവരിൽ രണ്ടാമതൊരു അറ്റംപ്റ്റിനുള്ള റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ഫോളോ അപ്പ് കെയറും കാര്യങ്ങളും ഉറപ്പുവരുത്താനും ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ അതിനൊരു നയം രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അതായത് ഇപ്പൊ രഞ്ജിത്തേട്ടൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ കുട്ടികൾ അല്ലെങ്കിൽ അതായത് ടീനേജേഴ്സ്, കുട്ടികൾ എന്ന് പറയുമ്പോൾ പൊതുവെ ടീനേജേഴ്സ്, ഇപ്പം റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിരിക്കാം, അങ്ങനെ എന്തൊരു സ്ട്രെസ് ഉണ്ടായാലും അവർക്ക് നേരെ ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അപ്പം അതിന് എനിക്ക് തോന്നുന്നു പല തലങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു തുടക്കം നമ്മുടെ വീടുകളിൽ തന്നെയാണ് അതിനൊരു പരിഹാരം ആദ്യം തുടക്കമിടേണ്ടത്. അതായത് അച്ഛനും അമ്മയും കുട്ടിയും ഉൾപ്പെടുന്ന ആ ഒരു കുടുംബത്തിൽ പലപ്പോഴും കുട്ടികൾ അച്ഛനും അമ്മയുടെയും ഒരു സ്ട്രെസ് വന്നാൽ അവരതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ള ഒരു മോഡലിംഗിലായിരിക്കും കുട്ടികളും അവർക്ക് ഒരു സ്ട്രെസ് വരുമ്പം എങ്ങനെ നേരിടണം എന്നുള്ളത് പഠിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും പലപ്പോഴും സ്ട്രെസ് വരുമ്പം ഒരു ഭയങ്കര പൊട്ടിത്തെറി, ദേഷ്യം അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി അങ്ങോട്ടും ഇങ്ങോട്ടും മുഴക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടി കണ്ടിരിക്കുന്നതെങ്കിൽ കുട്ടിയുടെ മൈൻഡിലും ആദ്യമായിട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ ആയിരിക്കും വരിക. അപ്പം വീടുകളിൽ തന്നെ ഒരു സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു സംഭാഷണവും നല്ലൊരു മോഡലിംഗ് വഴി അച്ഛനും അമ്മയും കുട്ടിക്ക് മാതൃകയാവുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നീട് സ്കൂളുകളിലും ചെറുപ്പത്തിൽ തന്നെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള സ്ട്രെസ് മാനേജ്മെന്റ്, കോപ്പിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എല്ലാം ഉൾപ്പെടുത്തിയാൽ അത് കുട്ടികൾക്ക് വലിയ ഒരു ഉപകാരമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുട്ടികൾ സോഷ്യൽ മീഡിയ ആയിട്ട് തന്നെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മീഡിയയിലും നൽകുന്ന സന്ദേശവും കാര്യങ്ങളും കുട്ടികളെ ഒരുപാട് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോസിറ്റീവ് മെസ്സേജസ് മീഡിയ വഴിയും ഒരുപാട് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, നന്ദി മാഡം. ഏതായാലും ഈ ദിവസത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. അത് ആത്മഹത്യാ പ്രതിരോധ ദിനം എന്ന് പറയുമ്പോൾ അത്തരം സംഗതികളിലേക്ക് ചിന്തിക്കുന്നവർക്ക് അവർക്ക് കൂടി ഒന്നുകൂടി ഒരു പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണ്. ഏതായാലും നമ്മളോടൊപ്പം ചേർന്നതിന് വളരെയധികം ഡോക്ടർ കാതലിൻ ആൻഡ് വിലപ്പെട്ട ഉപദേശങ്ങളാണ്. കണ്ടു നിൽക്കുന്ന ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യുകയും ചെയ്യും ജീവിതത്തിൽ. മറ്റൊരു വാർത്തയിലേക്ക്